ഈ സീസൺ IPL ഇനി റീസ്റ്റാർട്ട് ആകാൻ പോകുമ്പോൾ നിലവിലെ പോയിന്റ് ടേബിൾ സ്റ്റാൻഡിംഗ് എങ്ങനെയെന്ന് നോക്കാം. 7-6 സ്ഥാനങ്ങളിൽ 10-11 പോയിന്റുമായി ലക്നൗ, കൊൽക്കത്ത എന്നിവരാണ് നിൽക്കുന്നത്. KKRന് ഇനി 15 പോയിന്റിലേക്ക് മാത്രം എത്താൻ പറ്റുമ്പോൾ LSCക്ക് 16 പോയിന്റ് വരെ എത്താൻ പറ്റും. മുംബൈ ഇനി വരുന്ന 2 മത്സരത്തിലും തോറ്റ് ഡൽഹി 15 പോയിന്റിൽ സ്റ്റക്ക് ആയാലായിരിക്കും ഈ രണ്ടുപേർക്കും നിലവിൽ പ്ലേ ഓഫ് സാധ്യത ഉയർന്നു വരിക. RCB LSC മാച്ചോടുകൂടി ടൂർണമെന്റ് റീസ്റ്റാർട്ട് ചെയ്ത് ആ മാച്ച് RCB വിജയിച്ചിരുന്നുവെങ്കിൽ ആദ്യ 5 ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമായി ശേഷിക്കുന്ന IPL മത്സരങ്ങൾ മാറുമായിരുന്നു. ഈ ഒരു എലമെന്റ് മാറ്റാൻ ബുദ്ധിപരമായി പുതിയ ഷെഡ്യൂൾ വന്നപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് RCB LSC മത്സരം മാറ്റിയത് ഒരു നല്ല ബിസിനസ് ടാക്ടിക്കായി തന്നെ തോന്നിയിരുന്നു. 5-4 സ്ഥാനത്ത് 13-14 പോയിന്റുമായി മുംബൈയും ഡൽഹിയുമാണ് നിൽക്കുന്നത്. ഈ രണ്ടുപേരും തമ്മിൽ ഒരു മാച്ചിന് വരുമ്പോൾ എന്തായാലും ഒരു ടീം ഒരു കളി തോക്കും. സോ ശേഷിക്കുന്ന എല്ലാ ഗെയിമും ഈ രണ്ടുപേർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുംബൈക്ക് പഞ്ചാബും ഡൽഹിയും, ഡൽഹിക്ക് ഗുജറാത്തും മുംബൈയും പഞ്ചാബുമാണ് എതിരാളികൾ. സോ ഈ 5 ഗെയിം കൊണ്ട് തന്നെ ആരൊക്കെ പ്ലേ ഓഫിലെത്തും എന്നത് നമുക്കറിയാൻ പറ്റും. ഡൽഹിയെ സംബന്ധിച്ച് പഞ്ചാബുമായുള്ള കഴിഞ്ഞ മത്സരം അന്ന് ഉപേക്ഷിച്ചത് ഒരു ലക്കായി തന്നെ തോന്നുകയും ചെയ്യുന്നുണ്ട്. മുംബൈക്ക് ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ 2 വിജയവും പഞ്ചാബിന് 3-ൽ 2 വിജയവുമാണ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടത്. 3-2-1 സ്ഥാനത്ത് പഞ്ചാബ്, RCB, ഗുജറാത്ത് എന്നിവരാണ് 15-16 പോയിന്റുമായി നിൽക്കുന്നത്. RCBയും GTയും ഒറ്റ വിജയം കൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കും. പഞ്ചാബിനും ഒരു വിജയം കൊണ്ട് 17 പോയിന്റിലെത്തിയാൽ അവർ പിന്നെ പുറത്താകാൻ വലിയ സാധ്യതയില്ല. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ഒരു വിജയമാണ് ഇവരുടെ ഇക്വേഷൻ. എങ്കിലും ക്വാളിഫയർ 1 കളിക്കാൻ അത് പോരായിരിക്കും. ശേഷിക്കുന്ന 3-ൽ 2 വിജയമായിരിക്കും ക്വാളിഫയർ 1 വേണ്ടി ഇവർക്ക് വേണ്ടത്. നിലവിൽ വലിയ സർപ്രൈസ് ഒന്നുമില്ലെങ്കിൽ ഒരു 4th സ്പോട്ടിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് നടക്കുന്നത്.